ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയൽ കൂൾ ടെക്. അപ്പോൾ നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ ഇത് എ സി ടെക്നീഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാനുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു എ സി റിമൂവ് ചെയ്യുന്നതിന് മുന്നേ അതിലെ മുഴുവൻ ഗ്യാസും ഒരു തുള്ളി പോലും വേസ്റ്റ് ആവാതെ എങ്ങനെ നമുക്ക് കണ്ടൻസറിലേക്ക് ശേഖരിക്കാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യെസ്, അത് തന്നെ, പമ്പ് ഡൗൺ. ഒരു പമ്പ് ഡൗൺ എങ്ങനെ നമുക്ക് വൃത്തിയിൽ ചെയ്യാം. സ്റ്റെപ്പ് 1, ആദ്യം തന്നെ കണക്ട് ചെയ്യേണ്ടത് ഗേജ് ആണ്. ഗേജ് കണക്ട് ചെയ്തതിന് ശേഷം അതിലെ ഗ്യാസിൻ്റെ പ്രഷർ എത്രയുണ്ടെന്ന് നോക്കുക. ശേഷം 2 വാൾവുകളുടെയും എൻഡ് ക്യാപ്പുകൾ അഴിച്ചെടുക്കുക. ഓരോരോ എ സികൾക്കും വ്യത്യസ്തമായ അലങ്കിയായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ പമ്പ് ഡൗൺ ചെയ്യാൻ പോകുന്ന എ സിയുടെ അലങ്കി സൈസ് നോട്ട് ചെയ്യുക. കംപ്രസറിൽ നിന്ന് ഗ്യാസ് കണ്ടൻസേഷനൊക്കെ കഴിഞ്ഞ് ആ ചെറിയ പൈപ്പ് വഴി ഇൻഡോറിലേക്ക് പോയി ആ വലിയ പൈപ്പ് വഴിയാണ് തിരിച്ച് കംപ്രസറിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്ലോസ് ചെയ്യേണ്ട വാൾവ് ഏതാണ്? ചെറിയ വാൾവ്. ആ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കുന്ന സമയത്ത് 1ാം ക്ലാസ് പഠിച്ചതിന് ശേഷമാണ് വലിയ ക്ലാസ്സുകളിലേക്ക് പോവാറ്. അതുപോലെ എ സിയുടെ കാര്യത്തിലും ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ആദ്യം തന്നെ നമ്മൾ ചെറുത് ക്ലോസ് ചെയ്യുന്നു. ആ ഗ്യാസ് മുഴുവൻ കണ്ടൻസറിലേക്ക് സ്റ്റോർ ആവുന്നു. ശേഷം നമ്മൾ വലിയ വാൾവ് ക്ലോസ് ചെയ്യുന്നു. വലിയ വാൾവ് പൂർണ്ണമായി ക്ലോസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സ്വിച്ച് ഓഫ് ചെയ്യുക. അല്ലാത്ത പക്ഷം സ്റ്റോർ ചെയ്ത ഗ്യാസ് റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വലിയ വാൾവും പൂർണ്ണമായി ക്ലോസ് ചെയ്തിരിക്കുന്നു. ശേഷം സ്വിച്ച് ഓഫ് ചെയ്തു. ഇപ്പോൾ ഗേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഗ്യാസ് പൂർണ്ണമായി കണ്ടൻസറിലേക്ക് സ്റ്റോർ ആയിരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.